Good morning students. Today we are going to discuss NABARD, National Bank for Agricultural and Rural Development. NABARD is an apex development finance institution in India. The bank has been entrusted with matters concerning policy, planning and operations in the field of credit for agriculture and other economic activities in rural areas in India. NABARD is active in developing financial inclusion policy. സോ നബാർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകളുടെ ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് നബാർഡ് എന്ന് പറയുന്നത്. ബേസിക്കലി ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പോളിസി പ്ലാനിങ്ങും അതുപോലത്തെ ഓപ്പറേഷൻസ്, അഗ്രികൾച്ചർ ക്രെഡിറ്റ്സും റിലേറ്റഡ് ആയിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് റൂറൽ ഏരിയയിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആവശ്യമായിട്ടുള്ള പോളിസി മേക്കിങ്ങും അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഈ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ തന്നെ റൂറൽ ഏരിയയിൽ പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ, എന്താണ് സൊസൈറ്റിയിലെ ഏറ്റവും വീക്കർ സെക്ഷനിലുള്ള ആളുകളെ കൂടി ഈ ഒരു ബാങ്കിങ് സെക്ടറിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രോസസ്സ് ആക്റ്റീവായിട്ട് നടപ്പിൽ വരുത്തുന്നത് ഇതെല്ലാം തന്നെ ഈ ഒരു ബാങ്കിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു അവരുടെ പോളിസി ഫ്രെയിമിൽ വരുന്ന കാര്യങ്ങളാണ്. It was established on the recommendations of B. Shivaraman Committee by the Act 61, 1981 of Parliament on 12th July 1982 to implement the National Bank for Agricultural and Rural Development Act 1981. അപ്പോൾ ബി ശിവരാമൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആക്ട് 1981 ആക്ട് പ്രകാരം പാർലമെൻറ്റിലെ ആക്ട് പാസ്സായതിനു ശേഷം 1982 ജൂലൈ 12 നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അഗ്രികൾച്ചറൽ പ്രൊമോഷൻ, അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ഹാൻഡിക്രാഫ്റ്റ്സ്, ഇങ്ങനെ ഉള്ള ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്, ഒരു റൂറൽ പ്രോസ്പെരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള അഗ്രികൾച്ചറൽ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ഇതിൻ്റെ ഒരു പർപ്പസ്. ഇത്തരത്തിലുള്ള അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ സെക്ടേഴ്സിനൊക്കെ ലോൺസും അതുപോലെയുള്ള അഡ്വാൻസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നത് പ്രൈമറിലി ഇതിനു മുമ്പ് പ്രീവിയസ്ലി പ്രധാനപ്പെട്ട രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതായത് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ACD, റിസർവ് ബാങ്കിൻ്റെ അണ്ടറിൽ ACD അഥവാ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ARDC. അപ്പോൾ ഇവരുടെ ഫങ്ഷൻസാണ് ഈ ACDയുടെയും അതുപോലെ തന്നെ ARDCയുടെയും ഫങ്ഷൻസ് ആര് റീപ്ലേസ് ചെയ്തു, അല്ലെങ്കിൽ അത് ആര് ടേക്ക് ഓവർ ചെയ്തു? നബാർഡ് ടേക്ക് ഓവർ ചെയ്തു. അപ്പോൾ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ലോങ് ടേം അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്തിരുന്നെങ്കിൽ നബാർഡ് ഡീൽ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം അഗ്രികൾച്ചർ ക്രെഡിറ്റ് ടു ദി ഫാർമേഴ്സ്. So we can say that it is one of the premier agencies providing developmental credit in rural areas. And NABARD is India's specialized bank for agricultural and rural development in India. And it was dedicated to the service of the nation by the late Prime Minister ശ്രീമതി ഇന്ദിരാ ഗാന്ധി. 1982 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് പറഞ്ഞു. അന്നത്തെ പ്രൈം മിനിസ്റ്റർ ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരുന്നു. അപ്പം അവരുടെ ഈ ഒരു ബാങ്കിൻ്റെ ഒരു ഫോർമേഷൻ, അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഡെഡിക്കേറ്റഡ് ടു ദി ലേറ്റ് പ്രൈം മിനിസ്റ്റർ ശ്രീമതി ഇന്ദിരാഗാന്ധി. ആൻഡ് ഇറ്റ് വാസ് സെറ്റപ്പ് വിത്ത് ആൻ ഇനീഷ്യൽ ക്യാപിറ്റൽ ഓഫ് ₹100 crores. ബട്ട് നൗ ഇറ്റ്സ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ സ്റ്റുഡ് അറ്റ് 14,080 crore ആസ് ഓൺ 31st March 2020 കണക്ക് പ്രകാരം. ഇപ്പോൾ അതിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 14,080 കോടിയാണ്. ഇനീഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയായിരുന്നു? only 100 crores ആയിരുന്നു. ആൻഡ് കോൺസിക്വന്റ് ടു ദി റിവിഷൻസ് ഇൻ ദി കമ്പോസിഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ബിറ്റ്വീൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് RBI, നബാർഡ് ടുഡേ ഈസ് ഫുള്ളി ഓൺഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ പണ്ട് ഇതിൻ്റെ ഷെയർ ക്യാപിറ്റലിൻ്റെ ഒരു എന്താ പറയുക, ഒരു പാർട്ട് RBIക്കും കൂടി ഉണ്ടായിരുന്നത് ഇപ്പോൾ കോമ്പോസിഷനിൽ ഒരുപാട് റിവിഷൻസ് വന്നു. ഇപ്പം നിലവിൽ ഇതിൻ്റെ ഇറ്റ് ഈസ് ഫുള്ളി ഓൺഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇനി ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു വിഷൻ എന്താണെന്ന് വെച്ചാൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ദി നാഷൻ ഫോർ ഫോസ്റ്ററിങ് റൂറൽ പ്രോസ്പെരിറ്റി. ഇതാണ് ഒരു വിഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഇറ്റ് ഈസ് എ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആൻഡ് ഇറ്റ്സ് വിഷൻ ഈസ് ദി
fostering of rural prosperity. Then, what is the mission of the bank? Mission is to promote sustainable and equitable agricultural and rural development through participative financial and non-financial interventions, innovations, technology and institutional development for securing prosperity. അപ്പോൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ ഒരു ഇക്വിറ്റബിൾ ആയിട്ടുള്ള അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട മിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ പാർട്ടിസിപ്പേറ്റീവ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻ്റർവെൻഷൻ, ഫിനാൻഷ്യൽ സർവീസിലൂടെയും അതുപോലെ തന്നെ നോൺ ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയും അതുപോലെ പുതിയ ഇന്നൊവേഷനിലൂടെയും ടെക്നോളജി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെൻറ്റിലൂടെയും ഒക്കെ ഇത്തരത്തിലുള്ള ഒരു സസ്റ്റൈനബിൾ ആൻഡ് ഇക്വിറ്റബിൾ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ് നബാർഡിൻ്റെ മിഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഒറിജിൻ അല്ലെങ്കിൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടാനുള്ള ഒരു കാരണം എന്താണെന്ന് നമുക്ക് പറയുകയാണെങ്കിൽ, ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഇൻ ബൂസ്റ്റിംഗ് റൂറൽ എക്കണോമി ഹാസ് ബീൻ ക്ലിയർ ടു ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റൈറ്റ് ഫ്രം ഇറ്റ്സ് ഏർലി സ്റ്റേജസ് ഓഫ് പ്ലാനിങ്. അപ്പം ഇങ്ങനെ ഒരു ബാങ്കിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്ലാനിങ് നടക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് റൂറൽ എക്കണോമിക്ക് ഇത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആവശ്യകതയെക്കുറിച്ച് കൃത്യമായിട്ടും ഗവൺമെൻറ്റിന് ബോധ്യമുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ RBIയുടെ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ARDC അഗ്രികൾച്ചർ ആൻഡ് റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഇവർക്കൊക്കെ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള രാജ്യമൊട്ടാകെയുള്ള ഒരു റൂറൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഫാർമേഴ്സിന് ഇത്തരത്തിലുള്ള ലോൺസൊക്കെ എത്തിച്ചു കൊടുക്കുക എന്നതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫങ്ഷൻസ് എൻലാർജ് ചെയ്യേണ്ടുന്ന ഒരു ആവശ്യകത അവിടെ ഉണ്ടായി. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ARDC ഒക്കെ പ്രധാനമായിട്ടും ലോങ് ടേം ലോൺസ് ആണ് പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്തിരുന്നത്. അത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ബാങ്കുകൾക്കും സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ ആൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സിനൊക്കെ ഈ അഗ്രികൾച്ചറൽ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പർപ്പസിന് വേണ്ടിയിട്ടുള്ള ലോങ് ടൈം ലോൺസ് അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പോഴും അവിടെ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. മീഡിയം ആൻഡ് ഷോർട്ട് ടൈം ലോൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ദ തേർഡ് സ്റ്റേജ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇവല്യൂഷൻ്റെ ഒരു തേർഡ് സ്റ്റേജ് നബാർഡ് ഫോം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് എസ്പെഷ്യലി ആഫ്റ്റർ ദി ഒറിജിൻ ഓഫ് റീജിയണൽ റൂറൽ ബാങ്ക്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം റീജിയണൽ റൂറൽ ബാങ്ക്സ് എന്ന് പറയുന്നത് ബേസിക്കലി അത് എന്തിനു വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്താണ്? റൂറൽ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യാൻ അല്ലേ. അതുപോലെ തന്നെ റൂറൽ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി എന്താ പറയുക, ഇറ്റ് റിയലൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് കോട്ടേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇൻ റൂറൽ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ കോട്ടേജ് ഇൻഡസ്ട്രീസ് അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് വില്ലേജ് തലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ചെറുകിട സംരംഭകരുടെ ക്രെഡിറ്റ് നീഡ്സ് മീറ്റ് ചെയ്യാൻ എന്നുള്ള പർപ്പസോട് കൂടിയാണ് റീജിയണൽ റൂറൽ ബാങ്ക്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ ഒരു നബാർഡ് ഫോം ചെയ്യാനുള്ള ഒരു അല്ലെങ്കിൽ അതിൻ്റെ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിൽ ഒരു ആലോചനയിലേക്ക് ഗവൺമെൻറ്റിനെ ലീഡ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് റീസൺ എന്ന് പറയുന്നത് ബേസിക്കലി നബാർഡ് കൊണ്ടുവരാനുള്ള ഒരു കാരണം ക്രാഫിക്കാർഡ് റിപ്പോർട്ടാണ്. ക്രാഫിക്കാർഡിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് കമ്മിറ്റി ടു റിവ്യൂ ദി അറേഞ്ച്മെൻറ്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു കമ്മിറ്റി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിർദ്ദേശത്തിൻ്റെ പുറത്ത് RBI തന്നെ ഫോം ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഈ ക്രാഫിക്കാർഡ് കമ്മിറ്റി. അതുപോലെ തന്നെ 1979 ക്രാഫിക്കാർഡ് കമ്മിറ്റി ഫോം ചെയ്തിട്ടുള്ളത്. ശ്രീ B. ശിവരാമൻ അദ്ദേഹം ഫോർമർ പ്ലാനിംഗ് കമ്മീഷൻ മെമ്പർ ആയിരുന്നു. അദ്ദേഹത്തെ ചെയർമാനാക്കിക്കൊണ്ടാണ് ഈ ക്രാഫിക്കാർഡ് കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു ക്രാഫിക്കാർഡ് കമ്മിറ്റിയുടെ ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളൊരു റെക്കമെൻഡേഷൻ ആയിരുന്നു ഫോർമേഷൻ ഓഫ് നബാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കമ്മിറ്റി ഫോം ചെയ്തത് ഓൺ 30th March 1979 അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് ശ്രീ B. ശിവരാമൻ. ഹി വാസ് ദി ഫോർമർ മെമ്പർ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അങ്ങനെ ഈ കമ്മിറ്റിയുടെ ഇന്ററിയം റിപ്പോർട്ട് സബ്മിറ്റഡ് ഓൺ 28th November 1979. ഇറ്റ് ഔട്ട്ലൈൻഡ് ദ നീഡ് ഫോർ എ ന്യൂ ഓർഗനൈസേഷണൽ ഡിവൈസ് ഫോർ പ്രൊവൈഡിംഗ് undivided attention, forceful direction and pointed focus to credit related issues linked with the rural development.
അപ്പോൾ ഇറ്റ്സ് റെക്കമെൻഡേഷൻസ് വാസ് ഫോർമേഷൻ ഓഫ് എ യുണീക്ക് ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് വുഡ് അഡ്രസ് ദീസ് aspirations and formations of National Bank for Agriculture and Rural Development, NABARD. It was approved by the Parliament through Act 61 of 1981. അപ്പോൾ ഈ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ് ഏറ്റവും പ്രധാനമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനമായിട്ടും നബാർഡ് ഫോം ചെയ്യാനുള്ള ഒരു കാരണം ഗ്രാഫിക്കൽ കമ്മിറ്റിയാണ്. അപ്പോൾ റൂറൽ ക്രെഡിറ്റിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം RBI തന്നെയാണ് ഈ കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഏത് ഫോം ചെയ്യുന്നത്? നബാർഡ് ഫോം ചെയ്യുന്നത്.